ഷാഹേലാണ്. ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്യുന്നത്. ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ആണ് ചെയ്യുന്ന ഷോർട്ട് ഫിലിം ആർട്ടിസ്റ്റാണ്. ഷോർട്ട് ഫിലിംസിൽ അറിയപ്പെടുന്ന പേര് സീന റയാനാണ്. ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ പേര് സന. ശരിക്കുള്ള പേര് സജ്ന ഷാജഹാൻ. ഞാൻ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങും ഹോട്ടൽ മാനേജ്മെൻറ്റും കഴിഞ്ഞു. ഞാനിപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റാണ്. എൻ്റെ സ്ഥലം ഷെമ്പായാണ്. ഈ കാര്യം പറയട്ടെ. ഇപ്പം ന്യൂസ് ചാനൽസിനും എല്ലാത്തിനും എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഫൈറ്റിംഗ് ആണോ അതോ ആദ്യം തൊട്ട് സംബന്ധിച്ച സാറ്റർഡേ ഈവനിങ് ഈ ആം ജോയിൻ എന്ന ഫിലിം റിലീസായതിനു ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് അതിന് അവരുടെ കമൻസ് പറഞ്ഞു. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. ആദ്യം സ്റ്റാറ്റസ് ഇങ്ങനെയായിരുന്നു: ഐ ആം ടോണി കണ്ടവരുടെ സ്റ്റാറ്റസ് ഓർ കമൻസ്. ഐ ആം തേനു, ഐ ആം ശശി. ഇത്രയൊക്കെയാണ് ഇട്ടിരുന്നത്. ഇതിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവർ കമൻസ് ഇങ്ങനെ പറഞ്ഞാലും ഞാൻ ഫിലിം കണ്ടു. ഫിലിം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കമൻസിനും സ്റ്റാറ്റസിനും പിന്നെ എൻ്റെ സെയിം ഒപ്പീനിയൻ എനിക്കില്ല. അതിനുശേഷം അന്ന് വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരത്തേക്കും എൻ്റെ നോർമൽ ഫോട്ടോയ്ക്ക് വളരെ വൾഗറായിട്ട് ഒരു കമൻറ്റ് കൊടുക്കും. പേര് നോക്കിയപ്പോൾ അനീശ്വരി അലി. ആദ്യം ആ കമ്പനി ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഫ്രണ്ട്സിനെ കുറച്ച് ഇങ്ങനെ വൾഗറായിട്ട് വന്നത് ഞാനല്ലാതെ കണ്ടത്. ഫേസ്ബുക്കിൽ എൻ്റെ വേറെ ഫ്രണ്ട് കണ്ടിട്ട് ഞങ്ങളത് വിളിച്ച് പറയുകയും ചെയ്തു. പേര് നോക്കിയപ്പോൾ ശരിയാണ്, ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ടൈം ലൈനിൽ ഓൾറെഡി ഇപ്പം എനിക്ക് ഫ്രണ്ടായിരുന്നു. ടൈം ലൈനിൽ അടുപ്പിച്ചുള്ള എല്ലാ സ്റ്റാറ്റസിലും എല്ലാ ഫോട്ടോയിലും ഭയങ്കര മോശമായിട്ട് വളരെ വൾഗറായിട്ട് കാണിച്ചിട്ടു. ഇതിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ആ സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഇൻബോക്സിൽ ചാറ്റ് ബോക്സിൽ ഈ മുഹമ്മദ് അലി അനീഷ് അലി എന്നുള്ള ഈ പയ്യൻ്റെ ഒരു 10-15 മെസ്സേജ് ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര തെറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് സഹിച്ചു. അവസാനം ഞാൻ അതേ രീതിയിൽ അവരോട് പ്രതികരിച്ചത് മാത്രമാണ് എല്ലാ ചാനലും സ്റ്റോർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ബാക്കി കോപ്പീസും എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ഇത് അന്നും മീഡിയയ്ക്ക് നിങ്ങൾക്ക് കൈമാറാനോ ഒന്നും പറ്റിയില്ല. ഇന്ന് ഫോട്ടോ കോപ്പി ഉൾപ്പെടെ എല്ലാവർക്കും തന്നിട്ടുണ്ട്. എൻ്റെ ഫോണിനകത്ത് ആ പയ്യനയച്ച മെസ്സേജും എല്ലാം വരും. പോരാതെ ആ പയ്യനെ അപ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് പേരിന് നല്ല ഓർമ്മയില്ല, അനീഷ് ബിയു അങ്ങനെ പറഞ്ഞിട്ട് ഒരു പേര് ആസിഫലി ഫാനിനെ പറഞ്ഞ് നീ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് തീർന്നാന്ന് പറഞ്ഞ് വേറെ 3 അക്കൗണ്ടിൽ നിന്ന് ഭയങ്കര മോശമായിട്ട് വീണ്ടും മെസ്സേജ് വന്നു. അപ്പോഴെല്ലാം റിപ്ലൈ കൊടുക്കാതെ അവരെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കാര്യം പറയുന്നത്. അന്ന് ഞങ്ങൾ അവിടെ കലകുന്നിട്ടുള്ളപ്പോൾ ഈ സംഭവമാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫോണിൽ ഒരു നമ്പറിൽ ഫോൺ തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അജയ് എന്ന എൻ്റെ ആ സുഹൃത്തിന് ഞാൻ ഫോൺ കൈമാറി കഴിഞ്ഞു. എനിക്ക് ഈ കോൾ ഏതാണെന്ന് അറിയില്ല, ഒന്ന് സംസാരിക്കുന്നുണ്ട്. 4 വട്ടം കനകുന്നിൻ്റെ ഫ്രണ്ടിൽ 7-8 മണിക്കൂർ കോൾ വന്നിട്ടും ഈ ആൾ സംസാരിക്കുന്നില്ല. പയ്യൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് വീണ്ടും കോൾ വന്നു, സെയിം നമ്പർ. ഞാൻ ഹലോ പറഞ്ഞതും ഞങ്ങൾക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. ആ രീതിക്ക് എനിക്ക് ഭയങ്കര മോശമായിട്ട് ആസിഫ് അലിയുടെ പേരും പറഞ്ഞ് തന്നെയാണ് ഈ ചെറുക്കൻ ഒരുപാട് തെറി വിളിച്ചു. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ടു. ഞാൻ എൻ്റെ സുഹൃത്തായ സജിനെയും ബാക്കി എല്ലാവരോടും ഇങ്ങനെയാണ് കാര്യം. അവരുടെ നമ്പർ എവിടുന്ന് കണ്ടുപിടിച്ചു. അവർ നിസ്സാരക്കാരല്ലാന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നീ പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും അവരോട് നേരിട്ട് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റും. അങ്ങനെ ഈ പെരുമാറി വിളിച്ച വീണ്ടും വിളിച്ചപ്പോൾ നോക്കി ശരി നിങ്ങൾക്ക് വല്ല വൈരാഗ്യം ഉണ്ടെങ്കിലും ഡയറക്റ്റ് വന്നോളൂന്ന് പറഞ്ഞു. രാവിലെ 11 മണിക്ക് മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വരുന്നു. എന്നിട്ട് ഫോൺ വെച്ചിട്ട് അവർ പോയി. പിറ്റേ ദിവസം കറക്റ്റ് 11 മണിയപ്പം ഈ സെയിം നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ എവിടെയാണ് ഡീന്നൊന്നും വിളിക്കേണ്ട 11 അവിടെ കാണുന്നത്. ഞങ്ങൾ ഒരു 11:45 മ്യൂസിയത്തിലെത്തി. ഞാൻ സനയും കൂടിയാണ് വന്നത്. സനയുടെ 2 വീലറിലാണ്. സനയുടെ കാലം ഓൾറെഡി കൊണ്ടുപോകുന്നതുകൊണ്ട് സനയും കൂടി കൊണ്ടുപോകുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ദെൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കനകുന്നിലുണ്ടായിരുന്നു. പിറ്റേന്നാണ് റംസാൻ എന്ന് കരുതുന്നത് ഗേറ്റും കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് കിട്ടിയ സമയത്ത് കനകുന്നിൽ അവിടെ ആരെയും കണ്ടില്ല. ഗേറ്റിൻ്റെ അവിടെ 2 പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പയ്യന്മാരുടെ ഫോൺ അങ്ങോട്ട് വിളിച്ചു.
അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളിന്ന് വരുമെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലല്ലോ ചോദിച്ചു. അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല, അവർ ഫോൺ കണ്ടിട്ട് പോയി. ഞങ്ങൾ കുറച്ച് നേരം പോയി നോക്കി പോയി പോയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിച്ച് പോകുന്നു. ഒരു 1:45 മണിയായപ്പോഴേക്കും സംസാരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സംഭവം. അപ്പോൾ ഞങ്ങൾ പെരുന്നാളായത് കൊണ്ടിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിന് ഞങ്ങളൊരു 3 മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഞങ്ങൾ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2:15 കൂടി ഒരു 20 സംഘം വരും. ഒരു 20-25 പേര് വരും. നമുക്ക് ശരിക്കും നോക്കാൻ പോലും പറ്റില്ല. പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ഓടിക്കൊണ്ട് വന്നിട്ട് നീയല്ലടി സീനിയറായെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിനെ ഞങ്ങൾ കണ്ണിൽ വെച്ച് തൂക്കിയെടുത്ത് താറുമാറ അടിക്കണം. ഇത് കണ്ടോണ്ടെന്ന് ഞങ്ങൾ ബോയ്സ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പല കുട്ടികളുടെയും കഴുത്തിൽ കത്തിയും അതുപോലുള്ള എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് പിള്ളേരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. കനോകുന്നിലുള്ള ഉണ്ടായിരുന്ന അവിടെ തടിച്ചുകൂടി. പക്ഷെ ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ കഴുത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഗുണ്ടാ സെറ്റപ്പിൽ. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാതെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കയറി എന്തിനാ പെൺകുട്ടികളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ നീ ആരടി ചോദിക്കാമെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തലമുടി കുത്തിരി തലയിൽ പിടിച്ചടിച്ച് എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ മൃഗീയമായിട്ടൊരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ട് എന്നെ ഉപദ്രവിച്ചു. ശരിക്കും ആ തറയിൽ കിടന്ന് ഞാൻ ഉരുളായിരുന്നു ശരിക്കും. അതുകൊണ്ട് അവരെ ഒരു സാധാരണ ഒരാളുടെ അടുത്ത് പോലും ഒരു പെൺകുട്ടിക്ക് തടുത്ത് നിൽക്കാൻ പറ്റില്ല. എൻ്റെ കഴുത്തിലൊരു ചെയിൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ ആ ചെയിനും പോയി നഷ്ടപ്പെട്ടു. അതിൻ്റെ ലോക്കറ്റ് മാത്രമേ എനിക്ക് കിട്ടി അവിടെ നോക്കിയപ്പോൾ. ആ ചെയിൻ പോയി. പിന്നെ അത്രയ്ക്ക് വൾഗറായിട്ട് ഒരു സാമാന്യ ഒരു പെൺകുട്ടിയോട് ഒരു രീതിയിലുള്ള മര്യാദ 1 അടി 2 അടിയിലൊക്കെ നിർത്തും. പക്ഷെ ഇത് ആൺകുട്ടികളെ പോലും ഇല്ല. പെൺകുട്ടികളെ എന്നെ ആ ഒരു പരിഗണന തരാതെ എന്നെ അടിച്ച് നിലംപരിശാക്കുന്ന വേണമെങ്കിൽ പറയാം. അതും ഈ 2:15 സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഇത്രയും പബ്ലിക്കിന്റെ എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അവർ ഇനി ഈ സമൂഹത്തിൽ ഇപ്പൊ ഞാൻ ഇത് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായ പേടിയുണ്ട്. ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഏത് രീതിയിലുള്ള നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് വരാനുള്ളത്, എനിക്ക് സംഭവിക്കാനുള്ളത് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര രീതിയിലുള്ള മാനക്കേടായി. ഇപ്പം എനിക്ക് തള്ളി കിട്ടിയിരുന്നപ്പോൾ തന്നെ അവരാകെപ്പാട് സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ്. പിന്നെ അവർക്കാർക്കും ഫാമിലി വൈസിലായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഉമ്മായാലും ഫാമിലിയിലുള്ള എല്ലാവരായാലും വഴക്കൊക്കെ പറഞ്ഞ് അവർക്കാകെ ഭയങ്കര ബുദ്ധിമുട്ടും അത്രയ്ക്കും നാണക്കേടായിട്ടുണ്ട്. എന്നാൽ പോലും ഞാനിപ്പം രംഗത്ത് വന്നിരിക്കുന്ന എൻ്റെ ഇതുപോലൊരു പെൺകുട്ടികൾക്കും സമൂഹത്തിനകത്ത് ഒരുപാട് രാത്രികാല സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് രാത്രികാലത്തിൽ ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മഹിളാ സംഘടനകൾ എല്ലാവരും വന്നിട്ടുണ്ട്, സംസാരിച്ചു, എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട് അവരൊക്കെ. എന്നാൽ പോലും വ്യക്തിപരമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പേടിയുണ്ട്. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ പബ്ലിക് എങ്ങനെ ഞങ്ങളെ കാണുന്നു, ശരിക്കും എന്താ ചെയ്തതെന്ന്, എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളോട് കാണിക്കുന്നതെന്ന് മാത്രമേ അവരോട് ചോദിച്ചുള്ളൂ. അതിനാണ് അവരെന്നോട് ഈ രീതിയിൽ മൃഗീയമായിട്ട് ചെയ്തത്. ഞാൻ ഇങ്ങനൊരു ഇനി ഒരു പെൺകുട്ടികൾക്ക് വരരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ വെച്ചെങ്കിലും വേറൊരു കുട്ടിയെ സഹിക്കില്ല. ഇത് ഒരടി കിട്ടിയാൽ മരിക്കാനുള്ളതായിരുന്നു. ആ രീതിയിലുള്ള അടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കവർ ചെയ്തൊരു കാരണമാണ്, ഞാൻ പ്രതികരിച്ച് നിന്നത് കൊണ്ടിട്ടാണ് എനിക്ക് ഇത്രയും സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേനെ. കാരണം കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നിന്നത്. മര്യാദയ്ക്ക് നിന്നാലും ഇവർക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അവർ എന്തെങ്കിലും ചെയ്തു പോയേനെ. അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടുന്ന എൻ്റെ സൈഡിലോട്ടായി അവരുടെ ചിന്തകൾ മൊത്തം. അതുകൊണ്ട് സത്യം മീഡിയാസിനോട് ഉള്ള രീതിയിലല്ല, നമ്മുടെ ഗവൺമെന്റിനോടും പോലീസിനോടും ഒറ്റ അപേക്ഷയുള്ളൂ. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ വരാതെ ഈ തെറ്റ് ചെയ്തവർ ആരായാലും ഞങ്ങൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നേ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ പിന്നെ അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പോലീസുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഡയറക്റ്റ്. പിന്നെ അവരെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ശിക്ഷ അവർക്ക് കിട്ടണം. അതിനോട് എന്തായാലും ഞങ്ങൾ ഗവൺമെന്റിനോട്, പോലീസിനോടും ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ വന്ന ഒരു ദുരവസ്ഥ ഇനി ഒരാൾക്കും വരരുതെന്നും കൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് എന്തായാലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.
അതുപോലെ പബ്ലിക് മീഡിയാസ് പല രീതിയിലുള്ള നെഗറ്റീവ് റൂമേഴ്സും മീഡിയാസ് എന്ന് പറയുന്ന രീതിയിലല്ല ഫേസ്ബുക്കിലൂടെ മീഡിയാസ് എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി ഫേസ്ബുക്കിലൂടെ പബ്ലിക്കായിട്ട് ഒരുപാട് റോങ് ആയിട്ട് പല പോസ്റ്റുകളും അത് ഈ കുട്ടിയുടെ പേരിലായാലും ശരി എൻ്റെതിലായാലും ശരി ഭയങ്കര വൾഗറായിട്ട് ഇനി എന്നോട് വല്ലതോ പറയാനുണ്ടെങ്കിൽ വാന്നൊക്കെ പറഞ്ഞ ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു വില്ലത്തി മട്ടിൽ ഒക്കെ ഉള്ള ഓരോ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇറങ്ങുമ്പോൾ അവർ അത് ഏത് രീതിയിൽ നമ്മൾ നോട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയില്ല. ഇന്ന് ഞാനിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ടാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി മേടിച്ചിട്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഒട്ടും സുഖമില്ല. എനിക്ക് തിരിച്ചിനി ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം, എന്നിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് ഞങ്ങളുടെ ഒരവസ്ഥ ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില പത്രങ്ങളിലും ചില ന്യൂസുകളിലും എവിടെയൊക്കെ കണ്ടു ഈ ലഹരി മാഫിയ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും എന്നൊക്കെ. ഞങ്ങളൊക്കെ ഞങ്ങൾക്കിതൊന്നും അറിയത്തുകൂടിയില്ല. ഞങ്ങൾ സാധാരണക്കാരായ കുട്ടികളാണ്. ഞങ്ങൾ എല്ലാവരും കാണിക്കുന്ന പോലെ സിനിമയ്ക്ക് പോകും, അടിച്ചു പൊളിക്കും എന്ന് പറയുന്നത് എല്ലാവരും കൂടെ പട്ടം കൂടി ഇരുന്ന് സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയും. ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു ടൈം പാസിന് അപ്പുറം ഒന്നുമില്ല. പിന്നെ നമ്മുടെ പ്രൊഫഷണലി ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആയാലും സീരിയൽസ് ആയാലും ഡോക്യുമെന്ററീസ് ആയാലും ഫിലിംസ് ആയാലും ഇതിൻ്റെയൊക്കെ ഓരോ ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് പ്രൊഫഷണൽ പരമായിട്ട്. അല്ലാതെ നമ്മൾ തമാശകൾക്കപ്പുറം നമുക്കൊന്നുമില്ല. ഇത് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഇനിയും സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതാണ്. എല്ലാ പെൺപിള്ളേരും പറയണ പോലെ വിചാരിക്കണം. ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഒരു അവസ്ഥയിൽ ഒരുപാട് ഞാൻ കേട്ടതാണ്. ഒരുപാട് പബ്ലിക്കിൽ നിന്നായാലും നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സമൂഹം നമ്മൾ അംഗീകരിക്കുക. പെൺകുട്ടിയല്ലേ, എന്തിനാ പ്രതികരിക്കണേ, അതിൻ്റെ ആവശ്യം എന്താ, പെൺകുട്ടിയോട് വീട്ടിനകത്ത് അടങ്ങിയിരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും പുറത്തുനിന്ന് വരുന്നത്. ഇത് ഞങ്ങള് എന്നെ കൊണ്ട് പറ്റുന്ന പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്നു. ആരുടെയും വായിച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നൊന്നുമില്ല. എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ സംസാരിക്കാറുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കത് വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു 6 ദിവസമായിട്ട് കനകുന്ന് കൊട്ടാരത്തിൽ ഫ്രണ്ട്സുകൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഡിസ്കഷന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് കൂടുതലുണ്ട്. അതുപോലെ ഞങ്ങൾ ആ ഗ്രൂപ്പ് സോഷ്യൽ വർക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ള കുറച്ച് പാവപ്പെട്ട കുട്ടികളുണ്ട്. അവരെ കുറച്ച് കുട്ടികൾ +1 കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹവും, അതുപോലെ കുറച്ച് ഫണ്ടി പിക്സൊക്കെ എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഇതിൽ ഇട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിനായിട്ടൊരു പേര് വേണം എന്നൊക്കെ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം തന്നെ ഒരു നിശാഗന്ധി ഒരിക്കൽ വന്ന് ഇന്നത്തെ മാതൃഭൂമി ന്യൂസിലുണ്ടായിരുന്നു. നമ്മുടെ കാസ അതിനെതിരായിട്ട് ചെയ്ത് അതിൽ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും എടുക്കരുത്. ഞങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷനും ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ സംഭവത്തിന് ശേഷം, ഈ സ്റ്റാറ്റസും ഈ കമൻസിനും ശേഷം എനിക്ക് ഒരുപാട് ഭീഷണി പല സ്ഥലത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായാലും ആ പയ്യന്മാർ അന്ന് വന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് മെസ്സേജ്, ഒരുപാട് ഭീഷണി വരുന്നുണ്ട്. അതിനെല്ലാത്തിനും ഉപരി വളരെ മോശമായിട്ട് ഇവർ തന്നെ വി സപ്പോർട്ട് ആസിഫ് അലി ഫാൻസ് എന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി. ആ കമ്മ്യൂണിറ്റിയാണിത്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാം ഫുൾ എൻ്റെ പിക്സ്, എൻ്റെ മാത്രം പിക്സ് വെച്ചിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ പല ടൈപ്പ് കമൻസ്. ഞാൻ ഒരു പെൺകൊച്ചാണ്, എനിക്ക് ഈ വെളിയിലൊന്നും നടക്കണം. ഇത് എത്ര പേര് ഷെയർ ചെയ്യുന്നറിയാമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ചാനൽസിലും ഞാൻ ഇവിടെ തെളിവെച്ചെന്ന് മാത്രം പറഞ്ഞാൽ കുട്ടി നടക്കണം. അവന്മാർ എന്തുകൊണ്ട് എന്നെ തെളി വിളിച്ചെന്നോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ പോലും ചോദിച്ചില്ല. സീന അനീഷ് അലി അലീനെ മെൻഷൻ ചെയ്താണ് കമന്റ് ചെയ്യണം. സീന എന്തുകൊണ്ട് ഇതൊന്നും ചോദിച്ചില്ല. എല്ലാ ചാനലിലും സീനേഷത്തെ ഒരു ഗ്രൂപ്പിലാണ് വന്നത്. ആ പയ്യനെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചറിയും. എൻ്റെ വീട്ടുകാർ എൻ്റെ ഫോൺ നമ്പർ നമുക്ക് സംഘടിപ്പിച്ചു വെച്ചേ. എല്ലാ പോലെ തന്നെ വി സപ്പോർട്ട് ആസിഫ് അലി ഫാൻസ്, ആസിഫ് അലി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എൻ്റെ ഫോട്ടോസ് വളരെ
ഇത്രയും ഞങ്ങളൊന്നും അടിച്ചതും പോലെ എല്ലാം ചെയ്തു പറഞ്ഞത് ഇപ്പൊ ഇത്രയും ക്രൂരായിട്ട് എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യണം? ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആസിഫ് അലി എന്നുള്ള നടനോട് ഒരു രീതിയിലുള്ള വൈരാഗ്യവും ഇല്ല. ആസിഫ് അലി എന്നുള്ള നടന് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് ഈ കുട്ടി ഫിലിം കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിനകത്ത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ തികച്ചും നിരപരാധിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഞങ്ങൾ സമീപിച്ചു. ആസിഫ് അലിക്കെതിരായിട്ട് സംസാരിച്ചൂടെ, പിന്നെ വേറെ നടന്മാരുടെ ഫാൻസ് അസോസിയേഷൻസ്, അതുപോലെ ഞങ്ങൾ അടിക്കാൻ വന്നവര് ഞങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു. ചുള്ളയിലുള്ളവരാണ്, ചെങ്കൽച്ചൂളയിലുള്ള ആസിഫ് അലി ഫാൻസിലെ പിള്ളേരാണ്. ആസിഫ് അലി പറഞ്ഞിട്ടാ വരുന്നത്, നീയൊക്കെ എന്തുവാടി വിചാരിച്ച് ലോക്കൽസിനോട് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ കുറെ ഡയലോഗുകളൊക്കെ കോർത്തിറക്കിക്കൊണ്ടാണ് വന്നത്. ഇത് തികച്ചും ആസിഫ് അലി ഇതിനകത്ത് നിരപരാധിയാണ്. ഞങ്ങൾ ഇപ്പോഴും എടുത്തെടുത്ത് പറയാണ്. കാരണം ഞങ്ങൾക്ക് മീഡിയ ലെവലിൽ പറഞ്ഞ പോലെ ഫിലിം ഇൻഡസ്ട്രി ആയിട്ടുള്ള ആൾക്കാർ ഇതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോടൊന്നും പൊരുത്തം ഇതാക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വ്യക്തിപരമായിട്ട് ആരെയും ഇതിനകത്ത് ആക്ഷേപിച്ചിട്ടില്ല. ഈ വന്നവർ ആരാണോ അവർ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയത്തുമില്ല. ഇവരെല്ലാവരും ആരാണെന്ന് ഇപ്പോ ഈ പ്രശ്നത്തിന് ശേഷം അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളും അത്യാവശ്യം ഞാൻ ഇല്ല അനീഷലി ഇല്ല. ഈ അനീഷലി എന്ന് പറയുന്ന പയ്യന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ അത് അനീഷലി അതുകൊണ്ടാണ് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തതും. അനീഷലി മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിന്റെ കേസിന് വേണ്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മാഡം. അതായത് എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ആ കൂട്ടത്തിൽ വന്ന മെസ്സേജ് അപ്പം ആ ഒരു സംഭവം ഞാൻ ചില വർക്കുകൾ ചെയ്യും, ചിലരോട് പറയും സ്ക്രിപ്റ്റ് മീഡിയ, അങ്ങനെയാണ് ഞാൻ വർക്ക് കോമ്പൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനീഷലി എന്ന് പറഞ്ഞ പയ്യൻ്റെ മെസ്സേജ് ഒന്നിന് വന്ന് അതങ്ങ് പോയി. പിന്നെ കുറേ നാൾ, അത് ഏപ്രിൽ അനുഭവമാണ്, ഏപ്രിൽ മാസത്തിലാണ്. അതിനുശേഷമാണ് ഇപ്പോഴാണ് അത് ഈ വർഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റിലല്ല. അതിനുശേഷം മാഡം അതിനകത്ത് ഒരു ഇതില്ല. കാരണം അവർ ഓക്കെ പറഞ്ഞ് അവർ മെയിലിൽ അയച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾ ചെറിയ മീറ്റ് ചെയ്തു. എല്ലാ വർക്കും ഞാൻ ചെയ്ത അങ്ങനെയാണ്. അതിനുശേഷം ആ പയ്യൻ ഹേ എന്ന് പറഞ്ഞ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇല്ല മീറ്റ് ചെയ്ത് ഞാൻ ആ പയ്യനെ കണ്ടിട്ട് പോലുമില്ല. അവർ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിമിന്റെ പേരും പറഞ്ഞു. എനിക്കറിയില്ല. ഷോർട്ട് ഫിലിം റിയൽ ആയിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മാഡം എനിക്ക് അപ്പോൾ തന്നെ അവർ സ്ക്രിപ്റ്റ് മെയിൽ ചെയ്ത് തരാറുണ്ട്. സ്ക്രിപ്റ്റ് മെയിൽ ചെയ്ത് തരാത്ത ആരെയും കാണാൻ ചെല്ലാറില്ല. അവരെ കണ്ടിട്ടില്ല. അനീഷലി ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ അന്ന് അടിയുണ്ടായ സംഭവത്തിലാണ്. ഏത് മാസത്തിലാണ് ഈ മാർച്ചിൽ ഏപ്രിൽ വരെ തുടങ്ങിയിരിക്കുകയാണ്? എപ്പോ മുതൽ നിങ്ങൾ അങ്ങോട്ട് പിന്നെ അയക്കാതിരുന്നല്ല അവരെ സൗഹൃദം ഈ സ്റ്റാറ്റസ് ഇത്തരം കേസുകൾ ഇപ്പൊ നിങ്ങൾ മ്യൂസിയത്തിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു മർദ്ദനം നടന്ന ശേഷം യഥാർത്ഥ സൈബർ കേസ് നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. ഈ മർദ്ദനം നടക്കുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുനടക്കുക സാർ. ഇത് ഒരുപാട് ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റാണ്. ഈ കുട്ടി ഒരു ആക്ടറാണ്. ഒരുപാട് ആൾക്കാർ പല രീതിയിലും കോൾസ് ചെയ്യുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും ഞങ്ങൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ വന്നുവെന്നോ ഇങ്ങനൊരു സംഭവം നടക്കുമെന്നോ ഒന്നുമില്ല. ഒരു കാൽക്കുലേഷനും ഇല്ലാത്തൊരു സാധനമാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത്. വെറുതെ എല്ലാവരും വിളിക്കുന്ന പോലെ ഹലോ എവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, എവിടെ നിൽക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം പോലെ ഇത് പോയിട്ടുള്ളൂ. ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല സാർ. ഇവരിങ്ങനെ 25ഓളം ആൾക്കാർ കയറി വന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ഇതിനകത്ത് സീരിയസ്നെസ് വേറെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ അങ്ങനെ തെറി വിളിച്ചൊരു മനുഷ്യനെ നിങ്ങൾ കനക്കുന്ന് വെച്ച് കാണാൻ ഡിസൈഡ് ചെയ്ത് കന്യാകുമാരിയിലല്ല മാഡം, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ചാണ് ഞങ്ങൾ മീഡിയം പ്ലാൻ ചെയ്തത്. അല്ല, ഈ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്കറിയാം ഈ മനുഷ്യന് നിങ്ങളോട് ഭയങ്കരമായ വൈരാഗ്യം വിരോധം ഉണ്ടെന്നറിയാം. അങ്ങനെ ഒരു പുരുഷനെ നിങ്ങൾ മ്യൂസിയത്തിൽ വെച്ച് കാണാൻ ഡിസൈഡ് ചെയ്തിട്ട് അതല്ല മാഡം, ഇതിനപ്പുറം ഇങ്ങനെ ഈ ഫാൻസിന്റെ പേരും പറഞ്ഞു, സിനിമയുടെ പേരും പറഞ്ഞു, കുറേ മെസ്സേജസ് മുമ്പും വന്നിട്ടുണ്ട്. അവരാരും ഇങ്ങനെ നേരിട്ട് വന്ന് കാണാൻ ജനറലൈസ് ചെയ്ത് ഇഷ്യൂ ആണ് ഞങ്ങൾ കരുതില്ല. കാരണം അവര് സപ്പോസ് അവർക്ക് അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവർ വന്ന് ഒരു കോംപ്രമൈസ് ടോക്ക് ഒരിക്കൽ ഞാൻ ഒറ്റ
ഒറ്റയ്ക്കായിരുന്നില്ല മാം. ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോടും ആർട്സ് സുഹൃത്തുക്കളോടും വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ആസിഫ് അലിയുടെ ഫാൻസിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ച് കാണാം. അപ്പം അറിയാലോ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഞങ്ങൾ വന്ന് അവിടെ കണ്ടില്ല. ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത്